അപ്പാനി രവി എന്ന കഥാപാത്രം ചെയ്ത് ഇപ്പോഴും അപ്പാനി എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്പാനി ശരത്. ഈ അപ്പാനി രവിക്ക് ശേഷം അത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ജെന്യൂൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കരിയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ്. ഒരുപക്ഷെ അപ്പാനി രവിയെ കാട്ടി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ആസ് ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞ ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന കഥാപാത്രം. സിനിമയൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സിനിമ സ്വപ്നം കാണാൻ നോക്കൂ, അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും സർവൈവൽ ചെയ്ത് പോകാൻ നോക്കൂ എന്നുള്ളതാരും ചിന്തിക്കും. രാവിലെ നമുക്ക് കിട്ടുന്ന ലുക്കിൽ നമ്മൾ ജോലിക്ക് പോകും, വൈകുന്നേരം നമുക്ക് കിട്ടുന്ന ലുക്കിൽ തിരിച്ചു വരും. 850 രൂപ ശമ്പളം, 500 രൂപ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. സന്തോഷം, അമ്മയും സന്തോഷം, ഞാനും സന്തോഷം. വളരെ സന്തോഷത്തോടു കൂടി ചെയ്ത പ്രോഗ്രാം കയ്യിൽ നിന്ന് പോയി. പ്രോഗ്രാം ഫ്ലോപ്പായി. 1-2 പേരിൽ നിന്നല്ല, ഒരു 1000 പേരിൽ നിന്ന്, കുറേ പേരിൽ നിന്നുള്ള ഒരുമിച്ചുള്ള കൂവൽ വിളി എനിക്ക് കിട്ടിയത് ഒരു പക്ഷേ അത് ആദ്യമായിട്ടായിരിക്കും. നാണം കെടുക അല്ലെങ്കിൽ അങ്ങനെയല്ല, ഭയങ്കര ഒരു വിഷമമായിരുന്നു. അത് അനുഭവിച്ചവന് മാത്രമേ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവൂ. എനിക്ക് കിട്ടുന്ന കഥാപാത്രം ഞാൻ വൃത്തിയായിട്ട് ചെയ്യുക, അതാണ് എൻ്റെ ജോലി. അല്ലാതെ ഞാൻ അങ്ങനെ മറ്റൊന്നിനും കുറിച്ചും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാണ്ടി വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. നമസ്കാരം, ഞാൻ സൂര്യ സുജി. സെല്ലുലോയിഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ മുഴുവൻ കയ്യടിയും നേടിയ ഒരു നടനാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പാനി രവി എന്ന കഥാപാത്രം ചെയ്ത് ഇപ്പോഴും അപ്പാനി എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്പാനി ശരത്. വെൽക്കം. നമസ്കാരം. ഈ ശരിക്കും അപ്പാനി ശരത്ത് എന്നുള്ളത് ആ സിനിമ കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. അപ്പൊ ശരത്ത് വേറെ എന്തായിരുന്നു പേര്? മുമ്പ് കിട്ടിയ പേര് മുമ്പേ അപ്പാനി തന്നെയായിരുന്നു? അല്ല, അങ്ങനെയല്ല. ശരത്തിന്റെ കൂടെ വേറെ എന്തായിരുന്നു പേരുണ്ടായിരുന്നു? ശരത് കുമാർ SM അതായിരുന്നു എൻ്റെ ഒഫീഷ്യൽ നെയിം. അതാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. ഈ SM എന്നുള്ളത് സുഗുമായ. അമ്മയുടെ പേര് മായ, അച്ഛൻ്റെ പേര് സുഗു. അത് സ്വന്തമായിട്ട് ഇട്ടതാണോ? അതാ അച്ഛന്റെയും അമ്മേന്റെയും പേര് അത് കൊള്ളാം. ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് അച്ഛൻ്റെ അമ്മേരും പേര്. അത് ഇനിഷ്യൽ അല്ലേ? അത് സ്കൂളിൽ ചേർക്കുമ്പോൾ ഇനിഷ്യൽ. നോർമലി നമ്മൾ ഈ അച്ഛന്റെ പേര് അങ്ങനെ മാത്രമാണല്ലോ കണ്ടുവരുന്നത്. ഇല്ല, നമ്മൾ അങ്ങോട്ടും എല്ലാവരും ഇടും. അങ്ങനെ തന്നെയാണ്. പേരിനൊപ്പം അച്ഛൻ്റെ അമ്മയുടെ പേര് ചേർത്തിടാറുണ്ട്. ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിന്റെ കൂടെയാണല്ലോ ആദ്യം വന്നത്. അപ്പൊ ലിജോന്റെ ശിഷ്യൻ അല്ലെങ്കിൽ ആശാന്റെ ശിഷ്യൻ ആ രീതിയിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ അപ്പാനി രവിക്ക് ശേഷം അത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ജെന്യൂൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രേക്ഷകർ പറയുന്നത് അത്രത്തോളം ആഴത്തിലുള്ള. ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. Z5 Z5 എന്ന OTT പ്ലാറ്റ്ഫോമിൽ ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ട്. അത് ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരു 90s ഉണ്ടായിരുന്ന ഒരു ജീവിച്ചിരുന്ന ഒരാളുടെ ബയോഗ്രഫി ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ കരിയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ്. ഒരുപക്ഷെ അപ്പാനി രവിയെ കാട്ടി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ആസ് ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞ ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആ അപ്പോൾ അങ്കമാലി ഡയറീസിനെ കാട്ടിയെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. അങ്കമാലി ഡയറീസിൽ അപ്പാനി രവിക്ക് ഏകദേശം ഒരേ ഇമോഷൻസ് ആയിരിക്കും എപ്പോഴും. ഒരേ ഇമോഷൻ, ഒരേ ട്രാക്കിൽ പോകുന്ന ക്യാരക്ടറാണ്. പക്ഷേ ഓട്ടോ ശങ്കറിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് റൊമാൻസ് ഉണ്ട്, വയലൻസ് ഉണ്ട്, അദ്ദേഹം ഒരു ഹസ്ബൻഡാണ്, അങ്ങനെ കുറേ അധികം മകനാണ്, നല്ലൊരു അച്ഛനാണ്, കുറേ അധികം ലേയേഴ്സ് ഉള്ള കഥാപാത്രമാണ് ഓട്ടോ ശങ്കർ. മാത്രമല്ല അതൊരു ബയോഗ്രഫിയും കൂടെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ആക്ടിങ് കരിയറിൽ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ സാധിക്കും. ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. മറ്റെല്ലാ കഥാപാത്രങ്ങളും എന്നെ സംബന്ധിച്ച് ഞാൻ 100% ഹൃദയം കൊടുത്ത് അഭിനയിച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് എത്തി എന്നതിനപ്പുറം ആസ് എ ആക്ടർ ഞാൻ എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ആക്ടിങ് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ അഭിനയിക്കുമ്പോൾ ചുറ്റുമുള്ള നാട്ടുകാരും ജനങ്ങളൊക്കെ പിന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് എല്ലാ കഥാപാത്രങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു സിനിമകളിലൂടെ നിങ്ങൾ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ ആ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടാതെ വരാം, അല്ലെങ്കിൽ ചെയ്തത് കുറച്ചും കൂടെ മോശമായോ അല്ലെങ്കിൽ നല്ലതെന്നൊക്കെ തോന്നാം. അത് സെക്കൻഡറിയാണ്. അല്ല, അത് സെക്കൻഡറിയാണ്. ഇപ്പൊ ഞാൻ ആദിവാസി എന്നൊരു പടം ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടാ ഞാൻ അതില് ഭയങ്കരമായിട്ടുള്ള
ഒരു അവാർഡ് ആ രീതിയിലൊക്കെ അതെ. പോയി. അപ്പൊ പക്ഷെ പിന്നെ അത് പ്രേക്ഷകരിലേക്ക് അത്രത്തോളം എത്തിയിട്ടില്ല. അത് അതിന്റെ പ്രൊഡക്ഷൻ ടീമിന്റെ ആയിരിക്കും. അത് സിനിമയിലെ അത് വേറൊരു എൻ്റെ ഏരിയ അല്ല അത്. ഇല്ല, ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ മൊത്തം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ മാത്രം പണിയല്ല. അത് വേറെയും കുറെ ആൾക്കാരുടെയൊക്കെ ഒരു ഇടപെടലുകൾ വേണം. പക്ഷെ അത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്തിട്ടേ നമ്മൾ എന്തായാലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണല്ലേ, അല്ലെങ്കിൽ അവരെ ആസ്വദിപ്പിക്കാൻ, അവരെ കരയിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ ഒക്കെ വേണ്ടിയാണ് നമ്മൾ സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് അത് പ്രേക്ഷകര് നമ്മൾ ചെയ്തൊരു ഹാർഡ് വർക്കിന് കൈയടിക്കാണ്ട് നിൽക്കുമ്പോ വിഷമം തോന്നിയിട്ടുണ്ടോ? കയ്യടി എന്നുള്ളതല്ല, ആൾക്കാർ കാണാതിരിക്കുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കാണണമല്ലോ, ജനങ്ങൾ കണ്ട് വിലയിരുത്തുമ്പോഴാണല്ലോ വേറൊരു നമുക്കൊരു അംഗീകാരമൊക്കെ കിട്ടുന്നത്. കാണാത്തത് കൊണ്ടുള്ള വിഷമമുണ്ട്, കയ്യടിയിലല്ല, കാണാത്തത് കൊണ്ടുള്ള കാണണം. എല്ലാവർക്കും പൊതുവേ എനിക്ക് എൻ്റെ എല്ലാ സിനിമകളും, ഞാൻ അഭിനയിക്കുന്ന എല്ലാ ഏരിയകളും ഇപ്പോഴും എല്ലാ ആൾക്കാരും കണ്ട് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളൊരു നടൻ തന്നെയാണ് ഞാൻ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാണാതിരിക്കുമ്പോൾ സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അയ്യോ അത് കണ്ടില്ലല്ലോ, പക്ഷേ അത് കാണേണ്ട. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ഇൻ്റർവ്യൂ എടുത്ത് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഓട്ടോ ശങ്കർ വെബ് സീരീസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്നാണ് ഉത്തരം പറഞ്ഞത്. ഞാൻ ജെന്യൂൻ ആയിട്ട് പറഞ്ഞു. അത് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ ആളുകൾ എന്തു പറഞ്ഞാലും ഈ അപ്പാനി രവി എന്നുള്ളൊരു ക്യാരക്ടറിൽ തന്നെയാണ് ഇപ്പോഴും താങ്കളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ ആ ഒരു ക്യാരക്ടറിലേക്ക്? അല്ലെങ്കിൽ കഴിഞ്ഞ അങ്കമാലിക്ക് ശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമകളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ ആളുകൾ ഇപ്പോഴും ആ പേരിൽ ഇല്ല, അങ്ങനെ ടൈപ്പ് കാസ്റ്റിംഗ് ഇല്ല, വന്നിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടാണ്. കാര്യം അങ്കമാലിക്ക് ശേഷം ഞാൻ കുറച്ച് ഇൻഷർട്ടൊക്കെ ചെയ്ത് കുറച്ച് നല്ല കാണാൻ വൃത്തിയുള്ള ലുക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കുറച്ച് ആൾക്കാർക്ക് എപ്പോഴും പറയും, ചേട്ടൻ ഈ പറഞ്ഞൊരു ലുങ്കിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ പാറിയിട്ട് ഇച്ചിരി റോയായിട്ട് വന്നാലേ ഞങ്ങൾക്ക് വർക്കൗട്ട് ആവുള്ളൂ. ഞാനിച്ച് സുന്ദരനായിട്ട് വരട്ടടാ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. സത്യപ്പെട്ടു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോമഡി ചെയ്യാനൊക്കെ, റൊമാൻസ് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, റൊമാൻസ് സോങ്ങുകളൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ ഈ സാധനം കിടക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീനുകളും ഞാൻ ചെയ്ത് ഫലിപ്പിക്കണം. മനസ്സിലായോ? അത് ബ്രേക്ക് ചെയ്യണം. അപ്പാനി രവി എന്ന് പറയുന്ന സാധനത്തിന് ബ്രേക്ക് ചെയ്തിട്ട് ഇത് ഫലിപ്പിക്കണം. ഞാനത് ഫലിപ്പിക്കാനുള്ള ശ്രമത്തിലൂടെയാണ് ഇപ്പം. അന്ന് കൂട്ടിയാൽ മതി. ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ അപ്പാനി എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അപ്പാനി രവി എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ വില്ലൻ വേഷങ്ങൾ കുറേ ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും വില്ലൻ വേഷങ്ങൾ എന്നെ തേടി വരുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്, ഒരു കാരണവശാലും അപ്പാനി രവി എന്ന് പറയുന്ന എൻ്റെ ആദ്യ കഥാപാത്രത്തിൻ്റെ മാനറിസോ ഡയലോഗ് പ്രസൻറ്റേഷൻസോ ബോഡി ലാംഗ്വേജോ ഒന്നും വരാൻ പാടില്ല എന്ന് വളരെയധികം നിർബന്ധം എനിക്കുമുണ്ട്, എന്നെ വിളിക്കുന്ന എൻ്റെ സംവിധായകർക്കും ഉണ്ട്. ഞാൻ അതിനോട് 100% നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുമുണ്ട്. എപ്പോഴെങ്കിലും ഈ അപ്പാനി രവി എന്നുള്ളൊരു ക്യാരക്ടർ, അതായത് ആളുകൾ ഈ ഒരു അപ്പാനി രവി എന്നതിലൂടെ മാത്രം തിരിച്ചറിയുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു ദേഷ്യം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തായി പറയണേ? അയ്യോ, അത് ഭയങ്കര തെറ്റല്ലേ അങ്ങനെ ദേഷ്യപ്പെട്ടാൽ പോലും. അങ്ങനെയൊന്നുമില്ല. കാര്യം അത് വലിയ സന്തോഷമല്ലേ നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമിലൂടെ. അത് എന്തും ആയിക്കൊണ്ട് പോട്ടെ, ഡ്രോയിങ് ആവട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ആവട്ടെ, എന്തും ആയിക്കോട്ടെ. ഇനി അത് പോയിട്ട് ഇനി ബിൽഡിംഗ് കോൺട്രാക്ടർ ആയിക്കോട്ടെ, വീട് വയ്ക്കുന്ന ആളായിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിലിലൂടെ അറിയപ്പെടുക അല്ലെങ്കിൽ ആ പേരിലൂടെ വിളിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ പേര് മാത്രം വിളിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് ശരത് എന്നാണ്. ശരത് കുമാർ എന്നാണ് എൻ്റെ മുഴുവൻ നെയിം. അപ്പാനി രവി എന്ന് പറയുന്ന കഥ ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ് റിവീൽ ചെയ്ത കാര്യമാണ്. ഒരുവിധപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാതെ. അപ്പാനി രവി എന്ന് പറയുന്നത് എൻ്റെ കഥാപാത്രമാണ്. അതിലെ എല്ലാ ആൾക്കാരും എന്നെ അപ്പാനി 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 അപ്പാനി. ഇപ്പം ആൻ്റണീനെ പെപ്പയെന്ന് വിളിക്കണതോ അന്നേനെ ലിച്ചിന്ന് വിളിക്കണതോ അതേപോലെ അത്രയും അവരെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെന്നത് കൊണ്ട് ആ പേരിലൂടെ വിളിക്കുന്നേ ഉള്ളൂ. ഞാനത് മുഴുവൻ സമയം അത് ആസ്വദിക്കുന്ന ഒരാളാണ്. ഇടയ്ക്ക് പല ആൾക്കാരും എന്നോട് പറഞ്ഞു, അപ്പാനി എന്നുള്ള പേര് മാറ്റി നമുക്ക് വേറെ വല്ലതും പേര് ആഡ് ചെയ്താലോ. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇനി നെക്സ്റ്റ് ചെയ്യുന്നൊരു കഥാപാത്രം, ഇപ്പം അടുത്തടുത്ത് വരാൻ പോകുന്ന കുറേ നല്ല സിനിമകളുണ്ട്. ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ആവുകയാണെങ്കിൽ ആ പേരിലൂടെ പിന്നെ അറിയപ്പെടട്ടെ. അപ്പാനി പതുക്കെ മറന്നിട്ട് അതങ്ങ് അറിയപ്പെടട്ടെ. അതല്ലേ ഞാൻ ചെയ്യേണ്ടത്. യെസ്. ഈ സിനിമയിലേക്ക് വരാനുള്ള ഒരു സ്ട്രഗിൾ എത്രത്തോളായിരുന്നു? സിനിമയിലേക്ക് വരാനായിട്ടുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒത്തിരി സിനിമയിലേക്ക് വരാനായിട്ടുള്ള സ്ട്രഗിൾ എടുത്തിട്ടില്ല. കാര്യം ഞാൻ ബേസിക്കലി തിയേറ്ററാണ് പഠിച്ചത്, നാടകക്കാരനാണ്.
ഞാൻ വളരെ കുഞ്ഞുനാൾ മുതൽ നാടകം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഏകദേശം ഓർമ്മ പ്രായം തൊട്ട് എൻ്റെ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ അഭിനയിക്കുന്ന 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മോണോ ആക്ട് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഐറ്റം. ബേസിക്കലി നാടക കലാ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച് വളരെ കുഞ്ഞുനാൾ മുതലേ തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉള്ള ഒരു നാടക സംഘത്തിൽ പഠിച്ച് വളർന്നു വന്ന ഒരാളാണ്. അപ്പം ഞാൻ മുഴുവൻ സമയവും എൻ്റെ ഒരു ബാല്യകാലമാണെങ്കിലും എൻ്റെ യൗവനമാണെങ്കിലും എൻ്റെ എല്ലാ കാലഘട്ടത്തും മുഴുവൻ സമയവും ഞാൻ ചിലവഴിച്ചിരുന്നത് കലയിലാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നാടകം മാത്രമല്ല, അത് ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു, പാട്ട് പാടും. സ്കൂൾ സമയങ്ങളിൽ, സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ മുഴുവൻ കലോത്സവത്തിൻ്റെ ആളാണ് ഞാൻ. സ്കൂൾ എന്ന് പറയുമ്പോഴേ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നതും എൻ്റെ അനുഭവങ്ങളും കലോത്സവങ്ങൾക്കാണ്. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു +2 കാലഘട്ടം വരെയും മുഴുവൻ സമയവും ഈ പഠിത്തത്തിനോടൊപ്പം തന്നെ നാടകം, മിമിക്രി, മോണോ ആക്ട്, ഡാൻസ്, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും. അപ്പം എൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് വളരെ സാധാരണ അന്നന്ന് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയ്ക്ക് ജീവിക്കുന്ന വളരെ സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, പെങ്ങളൊക്കെ ആയിരുന്നു കുടുംബം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കലാമന്ദിരം എന്ന് പറയുന്നൊരു വീടുണ്ട്. ആ വീട്ടിലൊരു ടീച്ചറുണ്ട്, കല എന്നാണ് ടീച്ചറുടെ പേര്. ആ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ. ടീച്ചറാണ് എനിക്ക് ആദ്യമായിട്ട് അക്ഷരം എന്നെ എഴുതിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ വീട്ടിലെ ഒഴിവ് സമയങ്ങളിലും മുഴുവൻ സമയവും ചിലവഴിച്ചിരുന്ന ആ വീട്ടിലാണ്. ആ ടീച്ചറാണ് എന്നിനുള്ളിൽ ഒരു കലാകാരൻ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും. ആ ടീച്ചറിൻ്റെ മകനാണ് എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ആശാൻ എന്ന് വിളിക്കപ്പെടുന്ന ആൾ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം നാടകത്തിൽ ഏകദേശം വലിയ ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അഭിനയ അധ്യാപകനായിട്ടും എഴുത്തുകാരനായിട്ടൊക്കെ ഇന്ന് ഇവിടെയുള്ള ആളാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ ഇതുള്ളത് കൊണ്ട് ഒരു +2 കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലവരും ഈ +2 വരെ എത്തിയത് തന്നെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. +2 ജയിച്ചതും ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ കയറ്റാൻ വേണ്ടി മാത്രം +2 ജയിച്ച ഒരാളാണ് ഞാൻ. ക്ലാസ്സിലൊന്നും പോകാറുണ്ടായിരുന്നില്ല? ക്ലാസ്സിൽ പോവാതിരിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ പോലെ സ്കൂൾ കെട്ടി ഇത് അവിടെ ഇവിടെ ഇരിക്കാൻ, പറമ്പിലൊന്നും പോയി ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. സ്കൂളിലൊക്കെ കറക്റ്റാണ് പോവും. കാര്യം എന്താണ്, സ്കൂളിൽ പോകണത് എന്തിനാണ്? ഈ സ്കൂളിലാണ് നമ്മളെല്ലാ കലാപരമായ കാര്യങ്ങളും കിടക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെയല്ലേ. അപ്പം അവിടെ ഞങ്ങളൊരു ടീം ഉണ്ടാവുമല്ലോ സ്കൂളിൻ്റെ അകത്ത്. പിന്നെ പഠിക്കാൻ മോശമൊന്നുമുള്ളതല്ല, നിങ്ങളങ്ങനെ എഴുതി തള്ളിക്കളയല്ലേ. പഠിക്കാൻ മോശമൊന്നുമല്ല, ഒരു ആവറേജ്. ഈ എഴുതി തള്ളിക്കളയല്ലെന്ന് എല്ലാരോടുള്ളൊരു ഡയലോഗാണോ? അല്ലല്ല, ഞാൻ നിങ്ങളോട് മാത്രം പറഞ്ഞതാ. പഠിക്കൂല എന്നുള്ളതല്ല, പഠിക്കും. പഠിത്തത്തിനെ കാട്ടി കുറച്ചും കൂടി ഒരു താല്പര്യം ഇതിലോട്ടാണ്, അഭിനയത്തിലോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അധ്യാപകർക്കൊക്കെ നമ്മളെ വലിയ ഇഷ്ടമായിരുന്നു. ഒരു പ്രശ്നക്കാരനായിരുന്നില്ല ഒരിക്കലും. പക്ഷേ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാള് ആ കൊച്ചിയിലേക്കുള്ളൊരു വരവ് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ആദ്യം ഞാൻ തിരുവനന്തപുരത്ത് എത്തിയെന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലം ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരുപാടധികം ദൂരെയാണ്. അപ്പം അരുവിക്കരയിൽ നാടകവും മിമിക്രിയും ചെറിയ ചെറിയ ഉത്സവപ്പറമ്പുകളിൽ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് നടന്ന ഒരു കലാകാരൻ +2 കഴിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ ഒരു +2 കാലഘട്ടത്തിലേക്ക് എത്തുമ്പം തന്നെ അത് പതുക്കെ വലുതായി ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ തന്നെ പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മുഴുവൻ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ എൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ എൻ്റെ കലാപരമായ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ഉത്സവപ്പറമ്പുകളിലാണ്. ഉത്സവപ്പറമ്പുകളിൽ മോണോ മിമിക്രി കളിക്കുക, ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ നാടകം കളിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ എൻ്റെ കലാപ്രവർത്തനങ്ങളും. അതൊരു ഉപജീവനവും കൂടെ ആയി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു +2 ഒക്കെ നിൽക്കുന്ന സമയത്ത് അത് വളരെ ചെറിയ രീതിക്കുള്ളൊരു ഉപജീവനമൊക്കെ ആയിട്ട് മാറി എനിക്ക്. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം ഒരു അരുവിക്കര എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള ഒരു കലാകാരൻ എന്ന ഒരു പേരിലേക്ക് മാറിയതിനൊരു തന്നെ ഒരു വലിയൊരു ജേണി ഉണ്ട്. പിന്നെയല്ലേ എറണാകുളമൊക്കെ. തിരുവനന്തപുരത്ത് മാനവ്യം റോഡ് എന്നൊരു റോഡുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയമ്പലത്തുള്ള, അറിയോ? അപ്പോൾ ആ മാനവ്യം റോഡിലാണ് വർഷങ്ങളായിട്ട് തെരുവുനാടകം ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ കലാകാരന്മാർക്കും സാംസ്കാരികമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും എന്നെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഈ എറണാകുളത്തേക്കൊക്കെ എത്തുന്നത് പിന്നെയാണ്, കുറേ കാലത്തിന് ശേഷമാണ്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്ട്രഗ്ലിങ് അനുഭവിച്ചതും ഈ കലയ്ക്ക് വേണ്ടി കിടന്ന് ഓടിയതൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണ്. കാരണം തിരുവനന്തപുരമാണ് നമ്മുടെ തട്ടകം. തിരുവനന്തപുരത്ത് നമ്മൾ നാടകം കളിക്കാത്ത സ്ഥലങ്ങളില്ല, കെട്ടാത്ത വേഷങ്ങളില്ല. അപ്പം അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ അങ്ങനെ പോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയർ സെക്കൻഡറി ജീവിതമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും
തീരുമാനം എടുക്കുമല്ലോ ഇനി എന്താണ് എന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാവും എല്ലാവരുടെ മുമ്പിൽ. അതെ. ഞാൻ ഒരു +2 സയൻസാണ് എടുത്തിരുന്നത്. എന്നപ്പോൾ എല്ലാവരും നേഴ്സിങ്ങും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റൂല ഈ പരിപാടിയൊക്കെ. നിർബന്ധിച്ചെടുപ്പിച്ചായിരുന്നോ സയൻസ് ഒക്കെ? അല്ല 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 അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ എടുത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആക്ടിങ് പഠിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിയേറ്റർ അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ നടനാവണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നല്ല നടനാവുക എന്നുള്ളതായിരുന്നു. അത് സിനിമയിലോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാര്യം സിനിമയൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സിനിമ സ്വപ്നം കാണാൻ നോക്കൂ, അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകാൻ നോക്കൂ എന്നുള്ളതായിരുന്നു ചിത്യം. പക്ഷേ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു കലയിൽ എന്തെങ്കിലും ആവണം, ഞാൻ കലാകാരനായിരിക്കണം 100%, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞിട്ട് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡിഗ്രി പഠിക്കാൻ പോവാം, ആക്ടിങ് പഠിക്കാൻ പോവാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അതിന് തീരുമാനത്തിലേക്ക് എത്താൻ കാരണം കുഞ്ഞുനാൾ മുതലേ എന്നോടൊപ്പം നാടകവും മിമിക്രിയും ഡാൻസൊക്കെ കളിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട്, മനു എന്ന് പറയുന്ന സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നെ എൻ്റെ ഒരു ക്ലാസ്സിന് എബോവ് ഉള്ള മൂത്ത ആളാണ്. പുള്ളി 10ാം +2 പാസ്സായി പുള്ളി പോയി. ഇനി ഞാൻ പുറകെ പോകണം. ഞാൻ പോകുമ്പം പുള്ളി സീനിയറും ഞാൻ ജൂനിയറും ആവും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാനിങ്. പക്ഷെ അദ്ദേഹം പോയി, സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാത്തതിന് കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ എൻ്റെ വീട്ടിൽ ആകെ ഉള്ളൊരു നെടും തൂണാണ്. എന്നിലാണ് എല്ലാവർക്കും പ്രതീക്ഷ. അപ്പം ഈ പ്രതീക്ഷയ്ക്കപ്പുറം അവർക്കൊരു ആഗ്രഹം കാണുമല്ലോ, ഇന്നതായി തീരണം. അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ അന്ന് ഭയങ്കരമായിട്ട് പ്രഷർ തന്നു, നീ അത് പോകണ്ട, വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ പോകണം, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സാഹചര്യങ്ങൾ സമ്മതിച്ചില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കൊല്ലം വേറെ ഒന്നും പഠിച്ചില്ല. ഞാൻ മുഴുവൻ സമയവും നാടകം തന്നെയായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകാൻ പറ്റില്ല, ഡിഗ്രി പഠിക്കാൻ പോകാൻ പറ്റില്ല. പകരം ഞാൻ പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളിലും പല നാടക ഗ്യാങ്ങുകളിലൊക്കെ ആയിട്ട് നാടകം ചെയ്യാൻ വേണ്ടി പോയി, നാടകങ്ങൾ ചെയ്തു. അതിനിടയിൽ എപ്പോഴൊക്കെയോ മറ്റു കൂടെ സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ടോടു കൂടി വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു. പല ജോലികൾക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ കുടുംബം നോക്കുക എന്നുള്ളതൊരു സാധനമുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ, ഞങ്ങളുടെ നാട്ടിലല്ല, ഒരുവിധപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10, 17, 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പഠിക്കാതിരിക്കുക, എന്തോ അത് ചെയ്തോ, കുടുംബം നോക്കണം, ഫാമിലി നോക്കണം. നമുക്ക് അച്ഛനെ, നമ്മുടെ അമ്മ, നമ്മുടെ കുടുംബം നമ്മൾ നോക്കണം എന്നുള്ളത് വളരെ ബോധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അന്ന് എന്തൊക്കെ ജോലിക്ക് പോകാൻ പറ്റൂ അത്തരം എല്ലാ ജോലികൾക്കും പോയി കുടുംബം നോക്കും ഞാൻ. ഇപ്പം ഞാൻ നാടകം കളിച്ച് അങ്ങടിച്ച് ഇങ്ങടിച്ച് നടക്കുന്നില്ല. നാടകം കളി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ വരും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കും. അപ്പം ഞാൻ നാടകം ഇല്ലാത്ത സമയത്ത് ഞാൻ പണിക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് പോകും, അല്ലെങ്കിൽ അന്ന് കിട്ടുന്നതിൻ്റെ അതൊക്കെ ഭയങ്കര അടിപൊളി ലൈഫായിരുന്നു ആ സമയത്ത്. സത്യമായിട്ട് സീരിയസ്ലി എനിക്കതിനൊന്നും ഒരു പ്രശ്നമില്ല പറയാനായിട്ട്. കാരണം എൻ്റെ അമ്മ എന്തുമായിരുന്നു, രാവിലെ ആകുമ്പോൾ കിടല ലുക്കിൽ നമ്മൾ ജോലിക്ക് പോകും, വൈകുന്നേരം ആകുമ്പോൾ കിടല ലുക്കിൽ തിരിച്ചു വരും, 850 രൂപ ശമ്പളം, 500 രൂപ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. സന്തോഷം, അമ്മയും സന്തോഷം, ഞാനും സന്തോഷം. നാടകം ചെയ്യാൻ പോകും, പ്രോഗ്രാം ഉള്ളപ്പോൾ നാടകം കളിക്കാൻ വേണ്ടി പോകും, അതിൽ നിന്നും പൈസ കിട്ടും, അതും കൊണ്ടു കൊടുക്കും. സോ ഫുൾ ഹാപ്പി. അപ്പം അതിലങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയിൽ കൂടെ നൈസായിട്ട് ഡിഗ്രിയൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. പിന്നെ ഈ ഓഡീഷൻസ് അന്നും പോകും കേട്ടോ. അങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ടുള്ള പരിപാടിക്ക് ഇപ്പോൾ സമയമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, മുഴുവൻ സമയം ആർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്, മനസ്സിലായില്ല, അഭിനയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ അത് വിട്ടുള്ളൊരു ലോകം എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് തിരുവനന്തപുരത്ത് പോയി സ്റ്റുഡൻറ് സെൻറ്ററിലോ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ അവിടെയൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇത്ര ആ സമയത്ത് ഉണ്ടായിരുന്ന ചെക്കനെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ ഇരുന്ന് തള്ളയല്ല. പിന്നെ അതങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ആ ജീവിതം അങ്ങനെ കുറേ നാൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു സമയത്ത് എനിക്ക് അവിടെ നിന്ന് വന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അത് മാറേണ്ടതായിട്ടുള്ളൊരു സമയം വന്നു. എല്ലാവരും ജീവിതത്തിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു. അപ്പം അങ്ങനെയാണ് എറണാകുളത്തേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു മിമിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ മിമിക്സ് ട്രൂപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ പോസ്റ്റ്മാനായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കുറേ നാൾ ഒരു മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓഫീസിൽ ED ക്ലർക്കായിട്ട് ജോലി ചെയ്തു, പോസ്റ്റ്മാനായിട്ട്. ഏകദേശം ഇതെല്ലാം ജീവിക്കാനായിട്ടാണ്.
ഇതെല്ലാം മുന്നോട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, പെങ്ങളുണ്ട്, പെങ്ങളെ കെട്ടിച്ചയക്കണം, വീട്ടിലെ ഇതൊക്കെയാണ് ദാരിദ്ര്യം പരിപാടിയൊക്കെയാണ്. അപ്പം അത് എത്രയൊക്കെ ഓടി നടന്നാലും നമുക്ക് അച്ഛനൊക്കെ ജോലിക്ക് പോയിട്ട് വന്നാൽ കൂടി നമുക്കത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിൽ അങ്ങനെ വലിയ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ തൊഴിലെടുക്കുന്നു, നമുക്ക് പറ്റുന്ന എല്ലാ ജോലികളും നമ്മൾ ചെയ്യുന്നു, നമ്മൾ കുടുംബം നോക്കുന്നു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ജോലി വളരെ യാദൃച്ഛികമായിട്ട് കിട്ടിയ ജോലിയാണ് ED ക്ലർക്കായിട്ട്. അതൊരു പുതിയ ഒരു 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 ലൈഫ് സ്റ്റൈലായിരുന്നു. ഒരു യൂണിഫോമൊക്കെ അണിഞ്ഞ് തിരുവനന്തപുരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു ബാഗും ഇതൊക്കെ നിറച്ച് മറ്റുള്ളവരെ കത്തുകളൊക്കെ ആയിട്ട് എല്ലാവരും വീണ്ടും മുമ്പിൽ പോയി കത്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരു കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ കുറേ നാൾ ED ക്ലർക്കായിട്ടൊക്കെ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഈ ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർ കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങി. ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ? അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ്, പുളിയറക്കോണത്താണ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ. അപ്പം ഞാൻ ഈ പുളിയറക്കോണം ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ താഴെ പോയി നിൽക്കും. എന്നിട്ട് ഈ വണ്ടികൾ പോവും, ഷൂട്ടിംഗ് വണ്ടികൾ ഇങ്ങനെ കയറിപ്പോവും. ഷൂട്ടിംഗ് വണ്ടിയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ ഇതിൻ്റെ പുറകെ ഓടിയിട്ട് അപ്പം ആക്ടേഴ്സ് ഇങ്ങനെ ഇറങ്ങും. അന്ന് വലിയ മിമിക്സ് പരേഡ് സ്റ്റേജിലൊക്കെ വെച്ച് വലിയ ആക്ടേഴ്സാണ്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കും, ചേട്ടാ എനിക്ക് പാസിങ്ങിൻ്റെ ആളായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് നോബി ചേട്ടനൊക്കെ ഉണ്ട് അവിടെ. നോബി ചേട്ടൻ, നെൽസൺ ചേട്ടൻ, നമ്മളെ കുട്ടിയകിൽ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ കുട്ടിയകിലിനൊക്കെ എന്നെ നേരത്തെ അറിയാം കേട്ടോ. കാരണം കുട്ടിയകിലിനെ നേരത്തെ അറിയാമെന്ന് പറഞ്ഞാൽ കുട്ടിയകിലും ഞാനൊക്കെ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ എനിക്ക് തരും. അപ്പം ഞാൻ ഈ പോസ്റ്റ്മാൻ്റെ ജോലിക്കൊപ്പം കൂടെ ഈ പറഞ്ഞ കോമഡി സ്റ്റാർ, ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന കോമഡി സ്റ്റാർ കോമഡി എക്സ്പ്രസ്സിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എന്നെ സ്ക്രീനിൽ കാണുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. ഏഷ്യാനെറ്റ് ചാനലിൽ കൂടെയാണ് ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ എന്നെ ആദ്യം എടുക്കുക. അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, അതിലുണ്ടായിരുന്നല്ലോ, കോമഡി സ്റ്റാറിലൊക്കെ ഇപ്പോൾ കയറിയല്ലേ എന്നൊക്കെ നാട്ടുകാരൊക്കെ ചോദിക്കും. അപ്പോൾ അത് വലിയ സന്തോഷം തന്നു എനിക്ക്. പിന്നെ കൂടെ പോസ്റ്റ് ഓഫീസിലെ ജോലിയും മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു ഐഡിയ, ഒരു ട്രൂപ്പ് തുടങ്ങാം, ഒരു മിമിക്സ് ട്രൂപ്പ് ആരംഭിക്കാം. മിമിക്സ് ട്രൂപ്പായിട്ട് മാത്രമല്ല, ഡാൻസ്, സ്കിറ്റ് എല്ലാം കൂടെ ഇറങ്ങുന്ന ഒരു ഷോ, മെഗാ ഷോ. 2 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ നിൽക്കുന്ന മെഗാ ഷോ. അതിലെല്ലാം വരും. അറിയാമല്ലോ, കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഷോസ്? ഓക്കെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ യാതൊരു ബന്ധമില്ലാതെ പോലെ ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഇത് കണ്ടിട്ടുണ്ടോ എന്നിട്ടേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അത് റിലേറ്റ് ആവും, അറിയാൻ പറ്റുന്നു. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പ്രോഗ്രാംസ് പോയി, പ്രോഗ്രാംസ് പിടിച്ചു, ട്രൂപ്പ് തുടങ്ങി, ട്രൂപ്പിൻ്റെ മാനേജറായി. അപ്പോൾ ട്രൂപ്പിന് പോസ്റ്റർ വേണം, ഷോക്ക് കാർഡ് പോസ്റ്റർ വേണം, ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഒട്ടിക്കുന്ന പോസ്റ്റർ വേണം. അപ്പോൾ അതടിക്കാൻ കൂടി കാശില്ല ഞങ്ങളുടെ ട്രൂപ്പിൽ കാശില്ല കേട്ടോ. എല്ലാം ബന്ധങ്ങളാണ്, എല്ലാവരും ഇഷ്ടം കൊണ്ടുവരുന്ന ആൾക്കാരാണ്. എന്നെക്കാട്ടി കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ട്രൂപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ചെറിയ എമൗണ്ടൊക്കെ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം എന്നുള്ള ഒരു റൂൾസ് നേരത്തെ ഉണ്ട്. എൻ്റെ ഇവിടെ അങ്ങനത്തെ റൂൾസ് ഇല്ല, ആർക്കും അഡ്വാൻസ് പരിപാടിയൊന്നുമില്ല. ഫുഡും കൊടുക്കും, താമസവും കൊടുക്കും. അങ്ങനെ തുടങ്ങി ട്രൂപ്പൊക്കെ തുടങ്ങി. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും, ഈ ട്രൂപ്പിൽ കളിക്കുന്ന അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടുമായിരുന്നു. എന്തെങ്കിലും കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അതുകൊണ്ടായിരിക്കണം അവർക്ക് എന്നോടുള്ള ആ ഒരു ഒത്തൊരുമയും സ്നേഹമൊക്കെ എനിക്കന്ന് കിട്ടിയത്. പക്ഷേ 2 പ്രോഗ്രാം കഴിഞ്ഞ് 3-ാമത്തെ പ്രോഗ്രാം എനിക്ക് എൻ്റെ നാട്ടിൽ കിട്ടി. എൻ്റെ നാട്ടിൽ അരുവിക്കര എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എനിക്ക് കിട്ടി. അരുവിക്കര എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ നാട് ഭയങ്കര ഇമോഷൻസ് ആണ്, ഇല്ലേ? ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള നാടാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു 2ാമത്തെ ക്ലാസ് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നതെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലുള്ളൊരു കുഞ്ഞു കലാകാരനായി തുടങ്ങി തിരുവനന്തപുരത്ത് ഒരു കലാകാരനായിട്ട് മാറി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇന്ന് ഞാൻ ആ സ്ഥലത്ത് അവതരിപ്പിക്കാൻ പോകുന്ന ആ പ്രോഗ്രാം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വലിയൊരു ആ സമയത്ത് എനിക്കൊരു വലിയൊരു ഓസ്കാർ കിട്ടുന്ന പോലെ ആയിരിക്കും. കാരണം എൻ്റെ നാട്ടുകാർ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സുഹൃത്തുക്കൾ, അയൽ നാട്ടുകാർ, അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് വലിയ ഉത്സവമാണ്. അപ്പോൾ ഇവരെല്ലാവരും അന്ന് ആ പ്രോഗ്രാം കാണാൻ വരും. വളരെ സന്തോഷത്തോടു കൂടി ചെയ്ത പ്രോഗ്രാം കയ്യിൽ നിന്ന് പോയി. പ്രോഗ്രാം ഫ്ലോപ്പായി. അതെനിക്ക് അറിഞ്ഞൂടാ, എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രോഗ്രാം ഫ്ലോപ്പായിട്ട് ഭയങ്കരമായിട്ടുള്ള
കൂകൽ വിളികൾ എനിക്ക് കിട്ടി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് 1-2 പേരിൽ നിന്നല്ല, ഒരു 1000 പേരിൽ നിന്ന്, കുറേ പേരിൽ നിന്നുള്ള ഒരുമിച്ചുള്ള കൂവൽ വിളി എനിക്ക് കിട്ടിയത് ഒരു പക്ഷേ അത് ആദ്യമായിട്ടായിരിക്കും. എന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടാണോ അങ്ങനെ? സോ ആയിരിക്കാം. എന്ത് കാരണമില്ലാതെ അങ്ങനെ ആരും കൂവത്തുമില്ല, കാരണമില്ലാതെ ആരും കൈയടിക്കത്തുമില്ല, ഇല്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, പാകപ്പിഴവുകൾ കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെ ആവാനാണ് കൂടുതലും സാധ്യത. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു ആ കാര്യത്തിൽ. പക്ഷെ എന്നാലും അന്ന് കിട്ടിയ കൂകൽ എന്നെ ഒരു ഞാനെന്ന് പറയുന്ന അത്രയും നാളത്തെ സ്ട്രഗിൾ ചെയ്ത് അത്രയും നാളായിട്ട് ഉണ്ടാക്കി നമ്മളൊരു ഇഷ്ടം കൊണ്ട് ഇറങ്ങിത്തിരിച്ച ഒരു കലാകാരനെ സംബന്ധിച്ച് അതെനിക്ക് വലിയൊരു അടിയായിപ്പോയി ആ സമയം. എനിക്ക് വളരെയധികം എന്നെ തളർത്തി ആ സമയത്ത്. കാര്യം എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ട്, ശരിയല്ലേ? പിന്നെ ആ സ്റ്റേജിലാണ് എൻ്റെ തുടക്കവും. നാട്ടുകാർ അങ്ങനെയല്ല, മൊത്തത്തിൽ വിഷമമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റേജിലൊക്കെ ഞാൻ വളരെ കുഞ്ഞുനാൾ മുതൽ എല്ലാ ഉത്സവങ്ങൾക്കും ചെറിയ ചെറിയ ഡാൻസും കളിക്കുന്ന ആളല്ലേ. അപ്പം അതേ സ്പേസിൽ എൻ്റെ ഒരു പ്രൊഡക്ഷൻ, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ, നമ്മുടേതായ ഒരു ട്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാമും കൊണ്ട് അവിടെ വരുന്നു. അത് വലിയ വിഷമം തന്നു എനിക്ക്. ഒരുപാട് ഞാൻ നാണം കെടുക അല്ലെങ്കിൽ അങ്ങനെയല്ല, ഭയങ്കര ഒരു വിഷമമായിരുന്നു. അത് അനുഭവിച്ചവന് മാത്രമേ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവിടുത്തെ കമ്മിറ്റിക്കാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും വന്നു പറഞ്ഞു കുഴപ്പമില്ല മോനെ, അടുത്ത വർഷം നമുക്ക് തകർക്കാം, അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തു. അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും അത് പ്രോഗ്രാം മോശമായതിൽ എനിക്കത് വളരെയധികം വിഷമമായി. ഞാനന്ന് രാത്രി, എനിക്ക് ഓർമ്മയുണ്ട്, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മുറി കിടക്കാന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര ബഹളം അപ്പുറത്ത്. അപ്പൻ തകർക്കും അവിടെ കിടന്നു, നിർത്തിക്കണം, നാളെ രാവിലെ തൊട്ട് ഇവൻ്റെ ലൈറ്റും കർട്ടനൊക്കെ എടുത്ത് ദൂരെ എടുത്ത് എറിഞ്ഞു വേണം. വൻ പ്രശ്നം. എൻ്റെ മുറി ചെറിയ മുറിയാണ്, മുറിയിൽ തന്നെയാണ് സൈഡിൽ കുറേ കർട്ടൻ മടക്കി വെച്ചിട്ടുണ്ടാവും, പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂംസ്, ലൈറ്റ്, ഇതൊക്കെ എൻ്റെ റൂമിൽ തന്നെ, ഇതിൻ്റെ ഇടയിലാണ് ഞാൻ കിടക്കണം. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു, ഇനി ഈ പരിപാടി നടക്കില്ല, വേറെ എന്തെങ്കിലും പഠിക്കണം, ജോലി കണ്ടെത്തണം, കുറച്ചും കൂടി രീതിക്ക് മാറണം, അല്ലെങ്കിൽ പറ്റൂല, ഇതും കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് അന്ന് രാത്രി ഞാൻ തീരുമാനമെടുത്തു. ട്രൂപ്പൊക്കെ പോയി തീരുമാനമെടുത്തു ഞാൻ. പക്ഷെ അവിടെയും എന്നെ നിർത്തിയില്ല. ഞാൻ ഏത് മേഖലയിൽ പോയാലും, ഇപ്പം അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് നാൾ ഞാൻ ഈ ഒരു നമ്മളെ ഈ KFC ചിക്കനില്ലേ, അതുപോലെയൊക്കെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ കുറേ നാൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നമ്മൾ പോയാലും എന്ത് ജോലിക്കും ഞാൻ വേറെ പോയാലും അവിടെ നിന്ന് എന്നെ ഡൈവേർട്ട് ചെയ്ത് വീണ്ടും എന്നെ ഒരു കലാരംഗത്തേക്ക് അല്ലെങ്കിൽ ആർട്ട് രംഗത്തേക്ക് എന്നെ കൊണ്ടുവരാറുണ്ട്. അത് വലിയൊരു നിമിത്തമാണ് എല്ലാത്തിനും. ഇപ്പം റെയിൽവേയിൽ IRCTCയിൽ ഞാൻ കുറച്ച് നാൾ ജോലി ചെയ്തു, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് സർവീസിൽ. അപ്പോൾ ഇതെന്താന്ന് പോലും അറിഞ്ഞുകൂടാ. അത് വൻ തമാശയാണ് സത്യം പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അളിയ കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി സെറ്റായിരിക്കുകയാണ്, ആളെ എടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റോ? അതുള്ള പരിപാടി, കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം സെറ്റിലാക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ. എന്നൊന്നും അന്ന് ചിന്തയൊന്നുമില്ല സത്യം പറഞ്ഞു. അതൊന്നും വലിയ താല്പര്യം. അതിനെക്കാട്ടി ഇവിടെ 100 പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് ഇനി അതൊന്നും ചിന്തയില്ല. പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സ്വാഭാവികമായിട്ടും കാണുമല്ലോ. അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. ജീവിക്കാൻ ഇവിടെ വകുപ്പില്ല, പിന്നെ ഞാൻ പറയില്ല. അങ്ങനെ റെയിൽവേയിലെ ജോലി കിട്ടി, IRCTCയിൽ കിട്ടി. അപ്പം ഞാൻ IRCTC സെറ്റ് എന്താ സംഭവം പിന്നെയല്ലേ മനസ്സിലാവണം. IRCTC എന്ന് വെച്ചാൽ ഇന്ത്യൻ കാറ്ററിംഗ് സർവീസ് അല്ലേ, പാത്രത്തെ വിനായകൻ പറയും പോലെ എന്നടാ അങ്ങ് ശബ്ദം അതേപോലെ ആയിരുന്നു. ഭയങ്കര മരിച്ച പണിയെടുത്തൊരു ജോലിയായിരുന്നു. ഈ കേരള, തിരുവനന്തപുരം. അതൊന്നും നമുക്ക് ആ സമയത്ത് നോക്കിയില്ല. ഇന്റർവ്യൂവിനൊക്കെ പോയി ജോലിയല്ലേ, നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാന. ബാക്കിയൊക്കെ നമ്മൾ എന്തും ചെയ്യുമല്ലോ. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് സർവീസിൽ കുറേ നാൾ ജോലി ചെയ്തു. അത് തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള കേരള എക്സ്പ്രസിൻ്റെ അകത്ത് ഈ മറ്റേ ഇതില്ലേ, ചായ കൊടുക്കാനും പിന്നെ മിനറൽ വാട്ടർ ബിസിനസ്സും അതുപോലെ പലതരത്തിലുള്ള ജോലികൾ ചെയ്തു. അതൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ സമയത്തൊക്കെ. അപ്പോൾ ആ ജോലി കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഒരു വർഷത്തോളം പണിയെടുത്തു. ഞാൻ പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്ന ഈ ജോലികളൊക്കെ പോകുന്നതിനിടയിൽ നാടകം ഉണ്ടായിരുന്നു, മനസ്സിലായോ? ഇത് ഞാൻ കറക്റ്റ് ടൈം ടേബിളും ആയിരുന്നു എനിക്ക്. പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ
വൈകുന്നേരം 6 മണിക്ക് നാടകം ഉണ്ടെങ്കിൽ 4 മണിക്ക് ജോലി നിർത്തി നാടകത്തിന് പോകും, നാടകം ചെയ്യാൻ വേണ്ടി പോകും. റെയിൽവേയിലാണെങ്കിൽ എനിക്ക് ആഴ്ചയിൽ 2 ട്രിപ്പ് പോയാൽ മതി, ബാക്കിയുള്ള സമയങ്ങളൊക്കെ എനിക്ക് സമയം കിട്ടും. സോറി, മാസത്തിൽ 2 ആഴ്ച പോയാൽ മതി, ബാക്കി സമയങ്ങളിലൊക്കെ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ടൈം, ഇപ്പം ജോലിക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയാലും ഞാൻ അവിടെ ചോദിക്കും, സാർ എനിക്ക് ഈ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ഗ്യാപ്പ് കിട്ടുമോ, എനിക്ക് ഇങ്ങനെ നാടക ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ, അപ്പോൾ അവിടെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ റിഹേഴ്സലുണ്ട്, അപ്പോൾ എനിക്ക് ആ റിഹേഴ്സലിന് പോകാൻ പറ്റുമോ, ആ നാടകം ചെയ്യാൻ പറ്റും, അത് ഇതിനെ ബാധിക്കാത്ത രീതിയിൽ ഞാനത് എക്സിക്യൂട്ടീവ് ചെയ്യുമായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. റെയിൽവേയിലെ ജോലിക്ക് ശേഷം ഞാൻ മുഴുവൻ സമയവും റെയിൽവേ ജോലിയൊക്കെ വിട്ടു. ആ സമയത്ത് ഈ സ്കൂൾ കോളേജ് കുട്ടികളെ ഈ നാടകം മൈമ് പഠിപ്പിക്കാനുള്ള കുറച്ച് അവസരങ്ങൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ തിരുവനന്തപുരത്ത് തന്നെയാണ് സ്കൂൾ കലോത്സവങ്ങൾക്ക് കുട്ടികളെ ഈ റിക്രൂട്ട്മെന്റ് അറിയാലോ. അത് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു സംഭവമായിരുന്നു. കാര്യം എനിക്കിഷ്ടമുള്ള മേഖലയിൽ ഉള്ളതായതുകൊണ്ട് തന്നെ, ഞാനും അങ്ങനെ വന്നൊരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊടുക്കുക, അവരുടെ കലയെ പുറത്തു കൊണ്ടുവരിക, അവരെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക, നല്ലൊരു അധ്യാപകനാവുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു വലിയ രീതിക്ക് എനിക്ക് വന്നു. ഞാൻ അതനുസരിച്ച് കുറേ സ്കൂളുകളും കുറേ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. അതിനുശേഷം എനിക്ക് പ്രോപ്പർ എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാനൊരു അധ്യാപകനാണ്, എനിക്ക് കല പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി മാറണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് വന്നു. മറ്റു ജോലികളൊക്കെ ഞാൻ വിട്ടു, മുഴുവൻ സമയം ഇതിൽ തന്നെ ഞാൻ നിന്നു. അതിനിടയിൽ ജഡ്ജിമെൻറ്റിന് പോവും, എഴുതും, അത്യാവശ്യം വായനാശീലം ഉള്ളതുകൊണ്ട് വായിക്കും. അപ്പം അങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോഴും ഞാൻ പറയട്ടെ, മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബം ഒരു അവസ്ഥയിലായി പോകും എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇപ്പം സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടും, മനസ്സിലായില്ലേ. പിന്നെ ഒരു കുട്ടിക്ക് ഒരു മോണോ ആക്ടോ ഒക്കെ പഠിപ്പിക്കുമ്പോൾ കാശ് കിട്ടും. സബ് ജില്ലയിലൊക്കെ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലവും നമുക്ക് ആ വർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ കൂടുതലും താല്പര്യം കൊടുത്തു. പുതിയതായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് പുതിയ സാധനങ്ങൾ ഞാൻ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. മൈമിലും നാടകത്തിലും മോണോ ആക്റ്റിലും എല്ലാ ഐറ്റത്തിലും തുടങ്ങി. പിന്നെ സർക്കിൾ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് തന്നെ പല സ്കൂളുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വർക്കൊക്കെ തരും. എടാ ഇന്ന സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്, നീ അവിടെ പോയി ഒരു നാടകം പഠിപ്പിക്കുക എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാവാലൻ സാറ്, സോപാനം, തിരുവനന്തപുരത്ത് സോപാനം, കാവാലൻ സാറിൻ്റെ കൂടെ കുറച്ച് നാൾ നാടകം ചെയ്തു. അങ്ങനെ രഘുത്തമൻ മാഷ്, അങ്ങനെ കുറേ അധ്യാപകർ. എനിക്ക് ഗുരുകുല വിദ്യാഭ്യാസം എനിക്ക് വളരെയധികം എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ സമപ്രായക്കാരെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധനയും അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ തോന്നിയിട്ടുള്ളതൊക്കെ എൻ്റെ മുതിർന്ന ആൾക്കാരുടെ അടുത്താണ്. ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം അങ്ങനത്തെ ആൾക്കാരാണ്. ഇപ്പം നാടകത്തിനാണെങ്കിൽ പോലും കൊച്ചുനാളിൽ കലാമന്ദിരത്ത് പ്രൊഫഷണൽ നാടകമുണ്ട്. അപ്പം അവർ വന്നിട്ട് മേക്കപ്പ് ഇടും, മുഖത്ത് മേക്കപ്പ് ഇടുന്നതും കർട്ടൻ ലൈറ്റ് കെട്ടുന്നതും ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പം ഇവരെല്ലാവരും എന്നെ സ്റ്റേജിൽ വിളിച്ചിട്ട് മേക്കപ്പ് ഇട്ടുതരും. എനിക്ക് എന്തെങ്കിലുമൊക്കെ രാജാവിൻ്റെയൊക്കെ വേഷം ഇട്ടുന്നിട്ട് നീ ആ മോണോക്റ്റിൽ നിന്ന് കാണിച്ചേടാ. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അപ്പം അങ്ങനെ ചെറുപ്പത്തിലേ അപ്പോൾ ഈ ഒരു നാടകം കണ്ട് വളർന്നുകൊണ്ടായിരിക്കോ അത്രയധികം പാഷൻ ഉള്ളിലുണ്ടായത്? അതെ, തീർച്ചയായും. അത് തന്നെയാണല്ലേ ഞാൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ടിങ് സമയത്തും തൊട്ട് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണത്. നമ്മൾ കണ്ടതും വളർന്നതും ഒക്കെ പെരുമാറിയതും എല്ലാം ഇതിൻ്റെ ഇടയിൽ തന്നെ. കണ്ടത് വേറെ ആണെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് വേറെ ആവുമായിരുന്നു. ഇപ്പോഴത്തെ ലൈഫ് ഇങ്ങനെ ആയില്ല, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണല്ലോ. അന്ന് ഞാൻ വേറെ ഒന്നും കണ്ടതുമില്ല. അപ്പം ഞാൻ കാണാത്ത കാര്യത്തിനെ കുറിച്ചൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. ആലോചിക്കാറുണ്ടോ? അങ്ങനെ ആലോചിക്കാറില്ല. ഇങ്ങനെ ആയില്ലേ. പിന്നെ കുറച്ച് അന്ന് ഞാൻ അങ്ങനെ ഒരു വേറെ സംഭവമാണ് ഞാൻ കണ്ടിരുന്നെങ്കിൽ വേറെ ലൈഫിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ലല്ലോ ഇപ്പോൾ. കാരണം അതെൻ്റെ ജീവിതം അല്ലല്ലോ, ഇതല്ലേ എൻ്റെ ജീവിതം.